ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. കർത്താവിന്റെ കൃപയിൽ ആശ്രയിച്ചുകൊണ്ട് ഈ പുൽക്കാലം സന്ദേശവുമായി കടന്നു വരുവാൻ കർത്താവ് കൃപ ചെയ്തു. ആമേ, പലപ്പോഴും അനവധി വിഷയങ്ങൾ അനേകരുടെ ജീവിതത്തിൽ വേദനിപ്പിക്കുന്ന അനുഭവങ്ങൾ അതെല്ലാം ഓർക്കുവാനും പ്രാർത്ഥിക്കുവാനും കർത്താവ് കൃപ ചെയ്തുകൊണ്ടിരിക്കുന്നു. ആമേ, കർത്താവിന്റെ മാറാത്ത കൃപ എല്ലാ തരം മക്കളെയും അനുഗ്രഹിക്കട്ടെ, ജയത്തോടെ നിർത്തട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ തിരുസന്നിധിയിലായിരിക്കുമ്പോൾ സന്ധിയുടെ യാപത്തിൽ തിരുവചനം ശ്രമിക്കേണ്ടതിന് കടന്നു വരുന്ന ഏതെല്ലാം നിയമങ്ങളുണ്ടോ അവരെല്ലാം ക്രിസ്തുവേശുവിൽ സ്വാഗതം ചെയ്യുന്നു. ഹല്ലേലൂയ. മകനെ ഭക്ഷിച്ചതിന്റെ പ്ലാറ്റ്ഫോമിലൂടെ ഇങ്ങനൊരു സന്ദേശവുമായി കടന്നു വരുവാൻ കർത്താവ് കൃപ ചെയ്തു. അരിപരക്ഷകന്റെ വലിയ കരം അനുഗ്രഹത്തിനായി തീരുവാൻ ഇടവരുത്തി ഈ പൗരചന്തയ്ക്ക് തിരഞ്ഞെടുത്തിരിക്കുന്നതായ ദൈവവചനം. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. 34-ാമത്തെ സങ്കീർത്തനത്തിന്റെ 10-ാമത്തെ വാക്യത്തിലാണ് ബാലസിംഹങ്ങൾ വിലകിട്ടാതെ വിശന്നിരിക്കും, യഹോവയെ അന്വേഷിക്കുന്നവർക്കോ ഒരു നന്മയ്ക്കും കുറവില്ല. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ഒരിക്കൽ കൂടെ ആ വാക്യം വായിക്കുന്നു. ബാലസിംഹങ്ങൾ വിലകിട്ടാതെ വിശന്നിരിക്കും, യഹോവയെ അന്വേഷിക്കുന്നവർക്കോ ഒരു നന്മയ്ക്കും കുറവില്ല. ദൈവത്തിന് സ്തോത്രം. ആ ദേവദാസനും ദേവദാസിയും മാത്രമല്ല പ്രകാശനമായി കണ്ടുകൊണ്ടിരിക്കുന്ന വളരെ നന്ദിയുണ്ട്. ദൈവത്തിന്റെ സ്തോത്രം. എഴുതാം. രാത്രി 9 മുതൽ 10 വരെ മറ്റൊരു എസ്റ്റോഡോസ് മീഡിയയിൽ ഒരു ലൈവ് കൂടെ ചെയ്യാൻ സമയത്ത് ആ ദേവദാസം വിളിച്ച് പറയാൻ ഇടയായി തീർന്നു. ഞാൻ സന്തോഷത്തോടെ അതും ചെയ്യുവാൻ താല്പര്യത്തോടായിരിക്കുന്നു. കർത്താവ് തരുന്ന കൃപയ്ക്ക് അനുസരിച്ച് ദൈവത്തിന്റെ മാറ്റമില്ലാത്ത സന്ദേശം അത് വളരെ സന്തോഷത്തോടെ അറിയിക്കുന്നതിൽ കർത്താവ് ബലപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ദാവീദ് രചിച്ചതായ ഒരു സങ്കീർത്തനമാണ്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. വാർദ്ധക്യകാല സഹജമായി ഇരിക്കുന്ന ഒരനുഭവത്തിന് നടുവിലായിരിക്കണമെന്ന് ഇപ്രകാരം ഒരു സന്ദേശം എഴുതിയിരിക്കുന്നത്, സങ്കീർത്തനം എഴുതിയിരിക്കുന്നതെന്ന് നമുക്ക് കാണുവാനിടയായി. ഇവിടെ ഓർപ്പിച്ചിരിക്കുന്നത് ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ബാലസിംഹങ്ങൾ വിരകിട്ടാതെ വിശന്നിരിക്കും, യഹോവയെ അന്വേഷിക്കുന്നവർക്കോ ഒരു നന്മയ്ക്കും ആമേൻ കുറവില്ല എന്ന് ഒരു വാക്ക് പ്രാർത്ഥിക്കാൻ ഞങ്ങളുടെ സ്വന്തം പിതാവേ നന്ദിയോടെ സ്തോത്രം. ഈ നല്ല വലിയ വേളയ്ക്കായി സ്തുതിക്കുന്നു. പകൽക്കാലം അത്രയും കർത്താവിന്റെ വലിയ കൃപ കൊണ്ടിരുന്നു. ഒരു സന്ദേശം അറിയുമ്പോൾ കർത്താവ് തന്ന വലിയ കൃപയ്ക്കായി സ്തുതിക്കുന്നു. ഏതെല്ലാം സമയം കർത്താവ് ഒരുക്കുന്നു ആ സമയമൊക്കെ നാഥാ തിരുവചനവുമായി ഇതേപോലെ അവർക്ക് മുൻപിലിരിക്കുവാൻ കർത്താവ് നൽകുന്ന വലിയ കൃപയ്ക്കായി സ്തുതിക്കുന്നു. ഈ സന്ദേശം അനേക ജീവിതങ്ങളെ ബലപ്പെടുത്തട്ടെ, അനേകർക്ക് ശക്തി പകർന്ന് അനേകരെ ശക്തരാക്കി മാറ്റുന്ന ഒരു ദൈവിക അനുഭവം കാണുവാൻ ഇടയാക്കേണ്ടതിനും കർത്താവിന്റെ ബലത്തിന്റെ കരം ശക്തിയോടെ ആമേൻ ഉണരേണ്ടതിനുമായി പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ കൃപ കണ്ണൊക്കെ അവരെല്ലാം ഉണ്ടാകണം. പ്രാർത്ഥന കേട്ടത് കൊണ്ട് സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ഹല്ലേലൂയ. കർത്താവിന്റെ മാറ്റമില്ലാത്ത ഒരു വാക്തത്വമായിട്ടാണ് നമുക്കിവിടെ കാണുവാൻ തക്കോണം ഇടയായി തീർന്നു. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ബാലസിംഹം എന്ന് പറഞ്ഞാൽ സിംഹത്തിന്റെ കുട്ടിയാണ്. അതുങ്ങള് ഇര കിട്ടാതെ വിശന്നിരിക്കുന്ന, അല്ലെങ്കിൽ ഭക്ഷണം കിട്ടാതെ വിശന്നിരിക്കുന്ന ഒരു അനുഭവം ഒരു സന്ദർഭത്തിൽ ഉണ്ടാകില്ല എന്ന് നമുക്ക് വിശ്വസിക്കാം, കരുതാം. എന്നാൽ അവരുടെ ജീവിതത്തിലും സിംഹം കടന്നുപോയി. സിംഹം എന്ന് പറഞ്ഞാൽ കാട്ടിലെ രാജാവ്. മറ്റു മൃഗങ്ങളൊക്കെ കാണുമ്പോൾ വിറച്ച് അവന്റെ ഗർജനത്തിൽ നടുങ്ങി നിൽക്കുന്ന ഒരനുഭവമുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. അങ്ങനെ ഇരുന്നില്ല തന്നെയും അങ്ങനെ ഓടി നടന്ന് ഇര പിടിച്ച് കുട്ടികൾക്ക് കൊടുക്കുന്ന ആ മൃഗത്തിന്, അല്ലെങ്കിൽ ആ വനത്തിന്, രാജാവിന് പോലും കഴിയാതെ വന്നിട്ട് തന്റെ കുഞ്ഞുങ്ങൾ വിശന്നിരിക്കുന്നു, എന്നാൽ ദൈവത്തെ അന്വേഷിച്ചുകൊണ്ട് ദൈവത്തിന് വേണ്ടി നിൽക്കുന്ന അവന്റെ ഭക്തന്മാർക്ക് ഒന്നിനും കുറവില്ലാതെ, അവർക്ക് വിശന്നിരിപ്പാൻ ഇടവരാതെ
അവരെ കാത്തു പരിപാലിക്കുന്ന ദൈവിക കരുണയാണ് നമുക്കിവിടെ കാണുവാൻ തക്കവണ്ണം സാധിക്കുന്നത്. കാട്ടിലെ രാജാവ് വിചാരിച്ചാൽ തന്റെ കുഞ്ഞുങ്ങൾക്കൊന്നും കൊടുക്കാൻ സാധിച്ചില്ലെങ്കിലും രാജാതി രാജാവും കർത്താതി കർത്താവുമായ നമ്മുടെ കർത്താവ് വിചാരിച്ചാൽ നമുക്ക് വേണ്ടതെല്ലാം നൽകി തന്ന് നമ്മെ ശക്തിയോടും ബലത്തോടും നിർത്തുവാൻ അവൻ മതിയായവനായിരിക്കുന്നുവെന്ന് ഈ തരുണത്തിൽ ഓർപ്പിക്കുവാൻ കർത്താവ് കൃപ ചെയ്യുന്നത് കൊണ്ട് ദൈവത്തിന്റെ സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ, ദൈവത്തിന്റെ സ്തോത്രം. ഞാൻ ആദ്യം ഓർപ്പിച്ചല്ലോ, ദാവീദിന്റെ വാർദ്ധക്യകാലത്തോട് അടുത്തതായ ഒരു സന്ദർഭത്തിലായിരിക്കണം ഇങ്ങനെ ആണോ ഇങ്ങനെയുള്ള ഒരു സങ്കീർത്തനം എഴുതുവാൻ ഇടയായി തീർന്നത് എന്ന് നമുക്ക് കാണുവാൻ തക്കവണ്ണം സാധിക്കും. ആമേൻ, ഹല്ലേലൂയ. ഇത് തന്റെ മകനായ ശലോമോന് ഒരു മുഖ്യ സന്ദേശമായി തന്നെ താനിത് ആലോചനയായി പറഞ്ഞു കൊടുത്തിരിക്കുന്നതായിട്ടും നമുക്ക് ചിന്തിക്കുവാൻ ഇടയായി തീരും. ഹല്ലേലൂയ. ദിനവൃത്താന്തങ്ങളുടെ 1-ാമത്തെ പുസ്തകം അതിന്റെ 28-ാം അധ്യായത്തിന്റെ 9-ാമത്തെ വാക്യത്തിൽ എൻ്റെ മകൻ ശലോമോനെ എന്ന് വിളിച്ചുകൊണ്ട്, നീയോ എൻ്റെ മകൻ ശലോമോനെ എന്ന് വിളിച്ചുകൊണ്ട് ഞാൻ ശലോമോനോട് സംസാരിക്കുന്നതായി കാണുവാൻ തക്കവണ്ണം ഇടയായിത്തീരുന്നുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇവിടെ തന്റെ മകനോട് ആലോചന പറഞ്ഞു കൊടുക്കുന്ന ആ ഒരു അനുഭവമാണ് ഇവിടെ കാണുവാനിടയായി തീരുന്നത്. ദൈവത്തിന് സ്തോത്രം. ആമേൻ, പ്രൈസ് ദി ലോർഡ്. അവിടെ ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നതായി കാണുവാനിടയാക്കി തീരുന്നു. നീയോ എന്റെ മകനെ ശലോമോനെ, നിന്റെ അപ്പന്റെ ദൈവത്തെ അറിയുകയും അവരെ പൂർണ്ണ ഹൃദയത്തോടും നല്ല മനസ്സോടും കൂടെ സേവിക്കുകയും ചെയ്യുക. യഹോവ സർവ്വഹൃദയങ്ങളെയും പരിശോധിക്കുകയും വിചാരങ്ങളെയും നിരൂപണങ്ങളെയും എല്ലാം ഗ്രഹിക്കുകയും ചെയ്യുന്നു. നീ അവനെ അന്വേഷിക്കുന്നു എങ്കിൽ അവനെ കണ്ടെത്തും, ഉപേക്ഷിക്കുന്നെങ്കിലോ അവൻ നിന്നെയും എന്നേക്കും തള്ളിക്കളയും. ഇവിടെ താനൊരു കാര്യം ഓർപ്പിക്കുന്നത്, നീ അവനെ അന്വേഷിക്കുന്നെങ്കിൽ എന്നേക്കും കണ്ടെത്തുമെന്നാ പറഞ്ഞു. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. ദൈവനാമത്തിന്റെ മഹത്വം ഉണ്ടാകട്ടെ. അന്വേഷിക്കുന്നവൻ സ്വയമായി വെളിപ്പെടുത്തി കൊടുക്കുന്ന നല്ലവനായ കർത്താവിനെ നമുക്ക് കാണാം. ഇന്ന് പലപ്പോഴും പലർക്കും അന്വേഷിക്കാൻ കഴിയാത്തത് കൊണ്ടാണ് കർത്താവിനെ കണ്ടെത്തുവാൻ, ദൈവിക അനുഗ്രഹങ്ങളെ പ്രാപിച്ചെടുക്കുവാൻ കഴിയാതെ വരുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനിടയായിത്തീരും. ഞാൻ മകനെ വിളിക്കുക, നീയോ എന്റെ മകനെ ശലോമോനെ, നിന്റെ അപ്പന്റെ ദൈവത്തെ അറിയുകയും അവനെ പൂർണ്ണ ഹൃദയത്തോടെ, ദൈവത്തെ അറിയാൻ മനസ്സോടെ വരുന്നവർക്ക് ഒരാലോചന താൻ പ്രത്യേകമായി പറയുന്നത് പൂർണ്ണ ഹൃദയത്തോടെ ആയിരിക്കണം, അത് പൂർണ്ണ മനസ്സോടായിരിക്കണം, നല്ല മനസ്സോട്. അങ്ങനെ സേവിച്ചെങ്കിൽ മാത്രമേ യഹോവയ്ക്കിൽ നിന്ന് വേണ്ടതായ അനുഗ്രഹങ്ങൾ പ്രാപിച്ചെടുക്കാൻ സാധ്യമായി തീരുകയുള്ളൂ എന്ന് നമുക്ക് കാണാം. പൂർണ്ണ ഹൃദയത്തോടും നല്ല മനസ്സോടും കൂടെ സേവിക്കുകയും ചെയ്യുക എന്ന് താൻ ഓർപ്പിക്കുന്നതായിട്ട് അവിടെ കാണുന്നു. അവിടെ തീർന്നില്ല, ഒരു സ്തോത്രം ഐഫണിട്ടുകൊണ്ട് അവിടെ നിർത്തുക ചെയ്തിരിക്കുന്നത്. അവൻ അങ്ങനെ യഹോവയിൽ ആശ്രയിക്കുന്ന, പൂർണ്ണ ഹൃദയത്തോട് നിൽക്കുന്ന, പൂർണ്ണ മനസ്സോട് നിൽക്കുന്ന, അവൻ ഹല്ലേലൂയ സ്തോത്രം, അവന്റെ സമർപ്പണത്തിന്റെ ഒരു അനുഭവമുള്ള ഏതൊരു വ്യക്തിക്കും അവന്റെ സകല വിഷയങ്ങൾക്കും മറുപടി കർത്താവ് നൽകും. എല്ലാം വിളിച്ചു പറയണമെന്നില്ല, അറിയുന്നവനാ നമ്മുടെ ഹൃദയത്തിന്റെ വിചാരങ്ങളും നിരൂപണങ്ങളും കൂടെ പൂർണ്ണമായി ദൂരത്തുനിന്ന് അറിയുന്നു. നാം എല്ലാം ദൈവത്തോട് പറയണമെന്നില്ല, പറയാതെ തന്നെ അറിയുന്നവൻ. നാം എല്ലാം ചോദിക്കണമെന്നില്ല, ചോദിക്കാതെ തന്നെ നമുക്ക് വേണ്ടി നൽകുന്നവൻ. അതാണ് നമ്മുടെ കർത്താവിന്റെ പ്രത്യേകത. അവൻ തന്റെ ഭക്തന്മാർക്ക് വേണ്ടി അവയെല്ലാം കരുതുകയും നൽകുകയും ചെയ്യുന്നു എന്ന് നമുക്ക് കാണാം. യഹോവ സർവ്വ ഹൃദയങ്ങളെയും പരിശോധിക്കുകയും അവരുടെ വിചാരങ്ങളെയും നിരൂപണങ്ങളെയും എല്ലാം ഗ്രഹിക്കുകയും ചെയ്യുന്നു എന്ന് നമുക്ക് ഇവിടെ തുടർന്ന് വായിക്കുമ്പോൾ കാണുവാനിടയായിത്തീരും. മാത്രമല്ല, ഒരു പ്രത്യേകമായ കാര്യം ഇവിടെ ഓർപ്പിക്കുന്നത്, അവനെ നീ അന്വേഷിക്കുന്നുവെങ്കിൽ, അല്ലെ നീ അവനെ അന്വേഷിക്കുന്നു എങ്കിൽ അവനെ കണ്ടെത്തും. ഇന്ന് ഹല്ലേലൂയ, ഈ സന്ധ്യയുടെ യാമം നമുക്ക് നമ്മുടെ കർത്താവിനെ ഒന്ന് അന്വേഷിക്കാം. അന്വേഷിക്കുന്നെങ്കിൽ കണ്ടെത്തുവാനിടയാകും. കണ്ടെത്തുക മാത്രമല്ല, നമ്മോട് കൃത്യമായി സംസാരിക്കും, അവൻ നമ്മോട് ഇടപെടും, അവൻ നമുക്ക് വേണ്ടതെല്ലാം ആലോചനയായി അവൻ പറഞ്ഞു തരും, അവൻ നമ്മെ കരം പിടിച്ച് നടത്തും. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. കരം പിടിച്ച് നടത്തണമെങ്കിൽ നാം അടുത്ത് ചെല്ലണം. കരം പിടിച്ച് നടത്തണമെങ്കിൽ നാം ചേർന്ന് നിൽക്കണം.
കരം പിടിച്ച് നടത്തണമെങ്കിൽ നാം ആലോചന ദൈവത്തോട് ചോദിക്കണം. ആമേൻ. ഇന്ന് അതിനു വേണ്ടി പലരും സമയം കണ്ടെത്താറില്ല. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. അങ്ങനെ അവനെ അന്വേഷിക്കുന്നെങ്കിൽ കണ്ടെത്തും. അവൻ ഉപേക്ഷിക്കുന്നെങ്കിലോ അവൻ നിന്നെയും എന്നേക്കും തള്ളിക്കളയുമെന്നാ പറഞ്ഞത്. ദൈവത്തിന് സ്തോത്രം. പിന്നെ ചേർന്ന് നിർത്തതില്ല ഉപേക്ഷിക്കുന്നവരെ നമുക്കറിയാം. അനേകർ പിന്മാറ്റക്കാരായി. ദൈവത്തിന് സ്തോത്രം. അനേകർ ദൈവത്തെ തള്ളിക്കളഞ്ഞു പോകും. അറിഞ്ഞിട്ട് പോകുന്നെന്ന് വിചാരിച്ചു. അങ്ങനെയുള്ള ഇണയില്ലാപ്പണ കൂടാൻ പോലും വ്യവസ്ഥയില്ല. എന്ന് പറഞ്ഞാൽ അടുക്കാനോ സഹകരിക്കാനോ അവരുടെ ഉപദേശം കേൾക്കാനോ പോലും നമുക്ക് അനുമതിയില്ല എന്നാ പറഞ്ഞത്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ആമേൻ. ഏതെല്ലാം കഷ്ടങ്ങൾ നമുക്ക് വന്നിരുന്നാലും നമുക്കറിയാം മനുഷ്യ ജീവിതത്തിൽ ഓരോ ദിവസം തോറും എണ്ണമറ്റ കഷ്ടങ്ങളും പ്രതികൂലങ്ങളും വന്നു ഭവിക്കും. ദാവീദിന്റെ ജീവിതത്തിൽ അങ്ങനെയൊക്കെ വന്നിട്ടുണ്ട്. എണ്ണമറ്റ പ്രശ്നങ്ങളും കഷ്ടങ്ങളും ഒക്കെ വന്നപ്പോൾ ആമേൻ ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. അവൻ ആ സമയത്ത് ഭാരപ്പെടുകയല്ല ചെയ്തത്. അതിനു മുൻപേ അവൻ ജാഗ്രതയോടെ ഇരുന്ന് ദൈവത്തോട് ആലോചന ചോദിച്ച് ദൈവത്തിന്റെ സന്നിധിയിൽ നിൽക്കുവാൻ മനസ്സ് കാണിച്ചത് കൊണ്ട് വരുന്നതായ കഷ്ടങ്ങളെ എല്ലാം തട്ടിമാറ്റി തന്നെ ബലപ്പെടുത്തി നടത്തുന്ന ദൈവത്തിന്റെ പ്രവൃത്തി നമുക്ക് കാണുവാനിടയായി. ഇന്ന് പകല് അവൻ കർത്താവ് നമ്മെ നടത്തുകയും നമ്മെ ബലപ്പെടുത്തുകയും ശക്തീകരിക്കുകയും ചെയ്യുന്നത് അവന്റെ ബലത്തിന്റെ കരത്തിൽ നമ്മെ മറച്ചും കൊണ്ട് ദൈവത്തിന് സ്തോത്രം നടത്തുന്നത് കൊണ്ട്. ഹല്ലേലൂയ. അതുകൊണ്ട് നമുക്കൊരു കാരണവശാലും ആമേൻ പ്രൈസ് ദി ലോർഡ് ക്ഷീണിച്ചു പോകേണ്ട കാര്യമൊന്നുമില്ല. ഒരിക്കലും യേശു ഇങ്ങനെ പറയാനിടയായി തീർന്നു. അന്വേഷിപ്പീൻ. യേശു പറയാ അന്വേഷിപ്പീൻ, കണ്ടെത്തും. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായത്തിന്റെ 7-ാമത്തെ വാക്യത്തിലേക്ക് ചെല്ലുമ്പോൾ നമുക്കവിടെ അത് കാണുവാൻ തക്കവണ്ണം സാധിക്കും. ഇന്ന് ദൈവത്തെ കാണുവാൻ എല്ലാവരും നടക്കുന്നുണ്ട്. പക്ഷെ നമ്മുടെ ജീവിതത്തിൽ കണ്ടെത്താൻ കഴിയത്തില്ല. എന്നിട്ടാ കണ്ടെത്താൻ കഴിയാത്തത്? ആമേൻ. ദൈവത്തിന് സ്തോത്രം. അവർ ചെന്നെത്തുന്ന സ്ഥാനത്ത് ആമേൻ ദൈവമില്ലാത്തിടമായിരിക്കാം. അതുകൊണ്ടാ വേണ്ട വിധത്തിൽ ദൈവത്തോടൊന്ന് നടത്തിയെല്ലാം മനസ്സ് കാണിക്ക്. ആമേൻ. നമ്മൾ അവിടെ ഇവിടെ പോയി അന്വേഷിച്ചാൽ കിട്ടുന്നതല്ല, കാണുന്നതല്ല ദൈവവും. അവിടെ നിന്ന് ദൈവത്തിന്റെ പ്രവൃത്തി നമുക്ക് ലഭിക്കുകയുമില്ല എന്ന് നമുക്ക് കാണുവാനിടയായിത്തീരും. ഇവിടെ യേശു കർത്താവ് തന്റെ ശിഷ്യന്മാരെ ധൈര്യപ്പെടുത്തിയായിട്ട് കാണുവാനിടയായിത്തീരുന്നുണ്ട്. യാചിപ്പീൻ എന്നാൽ നിങ്ങൾക്ക് കിട്ടും, അന്വേഷിപ്പീൻ കണ്ടെത്തും. ആമേൻ. ഹല്ലേലൂയ. മുട്ടുവീൻ എന്നാൽ നിങ്ങൾക്ക് തുറക്കും. അവിടെ 3 കാര്യം ഓർപ്പിക്കുക. യാചിപ്പീൻ, നീ അപേക്ഷിക്കുവാൻ ഒരുക്കമാണെങ്കിൽ നിനക്ക് നൽകുവാൻ തക്കവണ്ണം കർത്താവ് ഇടയാക്കും. നിനക്ക് കിട്ടും. അതിനെ തടസ്സപ്പെടുത്താൻ ആരെ കൊണ്ട് സമ്മതിക്കത്തില്ല. ദൈവത്തെ ഒന്ന് അന്വേഷിച്ച് ചെല്ല്. ആമേൻ. ഹല്ലേലൂയ. അങ്ങനെ വന്നാൽ നിനക്ക് അവനെ കണ്ടെത്തുവാനിടയായിത്തീരും. ദൈവത്തിന് സ്തോത്രം. നമുക്ക് തുറക്കണമേ, 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 ഒരു വഴി ഒരുക്കണമേ, വഴി നടത്തണമേ എന്ന് പറഞ്ഞുകൊണ്ട് മുട്ടുവാൻ തയ്യാറായി ദൈവത്തോട് അടുത്ത് ചെല്ലാൻ മനസ്സ് കാണിച്ചാൽ നിശ്ചയമായിട്ടും അവൻ നിനക്ക് വേണ്ടി തുറന്ന് മനോഹരമായ അനുഭവത്തിലൂടെ നടത്തുന്നതായി നമുക്ക് കാണുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. ദൈവത്തിന് സ്തോത്രം. അവന്റെ വഴികളെല്ലാം അനുഗ്രഹത്തിന്റെ വഴികളാണ്. അത് മുട്ടുന്നവന് വേണ്ടി തുറക്കുന്ന വഴികളാണ്. അപേക്ഷിക്കുന്നവന് വേണ്ടി തുറന്നു കൊടുക്കുന്ന വഴികളാണ്. അവൻ യാചിക്കുന്നവന് വേണ്ടി നൽകി കൊടുക്കുന്ന അനുഭവങ്ങളാണ്. ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. നമുക്കതിന്റെ 6-ാം അധ്യായത്തിന്റെ 33-ാമത്തെ വാക്യത്തിലേക്ക് കടന്നു ചെല്ലുമ്പോൾ മത്തായിയുടെ സുവിശേഷം അവിടെ പറയുന്നത് മുമ്പേ അവന്റെ രാജ്യവും നീതി അന്വേഷിപ്പിക്കുന്നവർ. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. യാചിക്കാൻ ഒരുങ്ങുന്നതിന് മുമ്പ്, അപേക്ഷിക്കാൻ ഒരുങ്ങുന്നതിന് മുമ്പ്, ദൈവത്തോട് ഒന്ന് അപേക്ഷിക്കാൻ അടുത്ത് ചെല്ലും മുമ്പേ അവന്റെ രാജ്യവും നീതി അന്വേഷിപ്പീൻ, അതോടുകൂടെ ഇതൊക്കെ നിങ്ങൾക്ക് കിട്ടും. ഏതൊക്കെ? ദൈവത്തിന് സ്തോത്രം. അന്വേഷിപ്പാൻ തയ്യാറായി കടന്നു ചെല്ലുന്നവരോട് പറയുക. ആമേൻ. ഹല്ലേലൂയ. ഇവിടെ ഇന്ന് പലപ്പോഴും ശിഷ്യന്മാരുടെ ജീവിതത്തിലാണെങ്കിൽ എന്ത് തിന്നു എന്ത് കുടിക്കുമെന്നൊക്കെ ഓർന്ന് യേശുവിന്റെ പിന്നാലെ കടന്നു ചെന്നിട്ട് അവർ ഭാരപ്പെട്ട അനുഭവങ്ങളൊക്കെ ഉണ്ട്. എന്നാൽ യേശുവിനെ സംബന്ധിച്ച് അവരുടെ ഉള്ളത്തെ അറിഞ്ഞുകൊണ്ട് കണ്ടോ. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. 5000 പേരടങ്ങുന്നതായ ഒരു യോഗത്തിൽ, ത്രിദിന യോഗം, പ്രൈസ് ദി ലോർഡ്, അവിടെ പരസ്യങ്ങളൊന്നും നടത്തിയില്ല. അത് ഇന്നത്തെ പോലെ ഫ്ലക്സ് ഇല്ല, അനൗൺസ്മെന്റ് ഇല്ല,
മീഡിയകൾ വഴി പരസ്യമില്ലെങ്കിലും യേശു ഉണ്ടെന്ന് അറിഞ്ഞിട്ട് മലമേൽ കയറി ചെന്നു. അവർ 5000 പുരുഷന്മാർ, അവരുടെ ഭാര്യമാരെ മക്കളെ എന്നോട് പറഞ്ഞില്ല. ദൈവത്തിന് സ്തോത്രം. അവരെ പോറ്റാൻ 5 2 മീനും മതിയായിരുന്നു. അതുകൊണ്ട് അവർക്ക് വിളമ്പിക്കൊടുത്ത് തൃപ്തി വന്ന് 12 കൊട്ട ശേഖരിച്ച് മീതി എടുത്തതാ പറഞ്ഞത്. എന്തോ ദൈവത്തിന്റെ കരുതല്. ആമേൻ. ഇവിടെ പറയും, ആകെയാൽ നിങ്ങൾ എന്ത് തിന്നും, എന്ത് കുടിക്കും, എന്തെടുക്കും എന്ന് അന്നിങ്ങനെ നിങ്ങൾ വിചാരപ്പെടരുത്. ദൈവത്തിന്റെ വേലയ്ക്കിറങ്ങി ദൈവത്തിന്റെ പിന്നാലെ കടന്നു ചെന്നു. അവന് വേണ്ടി നടക്കുന്നവരെ, നിൽക്കുന്നവരെ നീ എന്ത് തിന്നും, എന്ത് കുടിക്കും, എന്തെടുക്കും, ഭാരപ്പെടേണ്ട കാര്യമില്ല. ആമേൻ. ദൈവത്തിന് സ്തോത്രം. ഇന്ന് അനേകരുടെ വേദനിക്കുന്ന അനുഭവങ്ങൾ, വീടില്ല, സ്ഥലമില്ല, പണമില്ല. ഇല്ലേ ഇല്ല, ശരിയാ. അയ്യോ, നീ എടുത്ത വേലയ്ക്കനുസരിച്ച് നിനക്ക് തരാതെ വിടില്ല. അവനാർക്കും കടക്കാരനല്ല. ദൈവത്തിന് സ്തോത്രം. മറുപടി നൽകുന്നവനാ. ഹല്ലേലൂയ. ഈ വകയൊക്കെയും ജാതികൾ അന്വേഷിക്കുന്നു. അത് ജാതികളുടെ കാര്യമാ. അതെല്ലാം അന്വേഷിച്ച് നടക്കുന്നത്. എന്ത് തിന്നും, എന്ത് കൊടുക്കും, എങ്ങനെ വിളാചിക്കും, എങ്ങനെ മുമ്പോട്ട് പോകും. പക്ഷേ ദൈവത്തെ അറിയുന്നവരെ സംബന്ധിച്ചത് വിഷയമല്ല. ഈ വകയൊക്കെ ജാതികൾ അന്വേഷിക്കുന്നു. സ്വർഗസ്നായ നിങ്ങളുടെ പിതാവ് ഇതൊക്കെയും നിങ്ങൾക്ക് ആവശ്യമെന്ന് അറിയുന്നുവല്ലോ. ദൈവത്തിന് സ്തോത്രം. അത് അറിയുന്നത് കൊണ്ട് അവൻ നമ്മൾക്ക് വേണ്ടി ആലോചന പറയും. മുമ്പേ അവന്റെ രാജ്യനീതി അന്വേഷിക്കുവാൻ നീ തയ്യാറാണെങ്കിൽ അതോടുകൂടെ നിങ്ങൾക്ക് സങ്കടത്തിൽ ലഭിക്കും. അങ്ങനെ ലഭിക്കുമെന്ന് വിശ്വസിച്ചുകൊണ്ട് കാത്തിരിക്കുന്നവർക്ക് നിശ്ചയമായിട്ടും അവൻ നൽകി കൊടുക്കുക തന്നെ. അതുകൊണ്ട് നാളെ കുറിച്ച് വിചാരപ്പെടരുത്. നാളത്തെ ദിവസത്തെ തനിക്കായി വിചാരപ്പെടുമല്ലോ. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. അതത് ദിവസത്തിന് അന്നത്തിന് ദോഷം വരാതെ കർത്താവ് കാക്കുന്നവൻ അത് മതിയെന്നാണ് യേശു പറഞ്ഞത്. ശിഷ്യന്മാരെ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചപ്പോഴും അങ്ങനെ പഠിക്കും. ഞങ്ങൾക്ക് അന്നുള്ള ആഹാരം. ദൈവത്തിന് സ്തോത്രം. അവനെ അന്വേഷിച്ചുകൊണ്ട് അവന്റെ പിന്നാലെ കടന്നു ചെല്ലുന്നവരെ അവൻ അനുഗ്രഹിച്ച് വഴി നടത്തുവാൻ വേണ്ടുന്നതെല്ലാം നൽകി, സമൃദ്ധി, സമാധാനം, സന്തോഷമെല്ലാം നൽകി മാനിക്കുവാൻ അവൻ ശക്തനാണ്. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. പറയുന്നവർ, ദൈവത്തെ അന്വേഷിക്കുന്നവർ അവനാൽ അനുഗ്രഹിക്കപ്പെടുമെന്ന് നമുക്ക് കാണുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. അന്വേഷിക്കാത്തവർക്ക് അനുഗ്രഹം പ്രാപിക്കണമെന്നില്ല. ദൈവത്തിന് സ്തോത്രം. ദൈവനാമത്തിന്റെ മഹത്വം ഉണ്ടാകട്ടെ. അന്വേഷിക്കുന്നവന് എന്തെല്ലാം അനുഗ്രഹങ്ങൾ കിട്ടും എന്ന് നമുക്ക് തുടർന്ന് ചില വാക്യങ്ങൾ കൂടെ ഓർപ്പിച്ച് ഞാൻ ഈ സന്ദേശം വേഗത്തിൽ അവസാനിപ്പിക്കുവാൻ താല്പര്യപ്പെടുന്നു. കാര്യം ഞാൻ ഓർപ്പിച്ചല്ലോ. വൈകിട്ട് 9 മുതൽ 10 വരെ എക്സോഡസ് മീഡിയ മിനിസ്ട്രിയുടെ ഒരു സന്ദേശം കൂടെ ഉണ്ട്. അതുകൊണ്ടാണ് ദൈവത്തിന് സ്തോത്രം. ഇവിടെ നാം വായിക്കുമ്പോൾ സങ്കീർത്തനങ്ങളുടെ പുസ്തകം 105-ാം അധ്യായത്തിന്റെ 3-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അവരുടെ യഹോവയെ, ദൈവത്തിനെ അന്വേഷിക്കുന്നവരുടെ ഹൃദയത്തെ അവൻ ആനന്ദിപ്പിക്കുന്ന ദൈവമാണ് പറഞ്ഞത്. ദൈവത്തിന് സ്തോത്രം. പറയുന്നതോ ആമേൻ. ഇന്ന് പലരുടെ ഹൃദയത്തിൽ ആനന്ദമില്ല, പലർക്കും സമാധാനമില്ല, സന്തോഷമില്ല. മുന്നോട്ട് എങ്ങനെ പോകും, എങ്ങനെ ജീവിക്കുമെന്ന് പോലും അറിഞ്ഞുകൂടാ. അങ്ങനെ ഇരിക്കെ ദൈവത്തെ അന്വേഷിക്കുന്നവർക്ക് വേണ്ടി അവൻ പറഞ്ഞത് ഇങ്ങനെ. ദൈവത്തിന് സ്തോത്രം. അവന്റെ വിശുദ്ധ നാമത്തെ പ്രശംസിപ്പീൻ. യഹോവയെ അന്വേഷിക്കുന്നവരുടെ ഹൃദയം സന്തോഷിക്കട്ടെ. ദൈവത്തിന്റെ വിശുദ്ധ നാമത്തിൽ പ്രശംസിക്കണം. യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുവീൻ. നാമത്തെ വിളിച്ചപേക്ഷിപ്പീൻ. അവന്റെ പ്രവൃത്തികളെ ജാതികളുടെ ഇടയിൽ അറിയിപ്പീൻ. അവന് പാടുവീൻ. അവന് കീർത്തനം പാടുവീൻ. അവന്റെ സകല അത്ഭുതങ്ങളെ കുറിച്ച് സംസാരിപ്പീൻ. തീർന്നില്ല. അവന്റെ വിശുദ്ധ നാമത്തിൽ പ്രശംസിപ്പീൻ. യഹോവയെ അന്വേഷിക്കുന്നവരുടെ ഹൃദയം സന്തോഷിക്കട്ടെ. അവന്റെ വിശുദ്ധ നാമത്തിൽ പ്രശംസിക്കണം. അവനെ അന്വേഷിക്കുന്നവരുടെ ഹൃദയം ആമേൻ എപ്പോഴും എപ്പോഴും ആനന്ദത്താൽ നിറഞ്ഞ് സന്തോഷത്തിന്റെ അനുഭവത്തിൽ നിറയുന്നത് കാണുവാൻ നമുക്കിടയായി തീരും. അങ്ങനെ നിറയണം. ആമേൻ. ഇന്ന പകൽക്കാലം ഈ സന്ധ്യയുടെ യാമത്തിൽ എന്നെ കേൾക്കുന്നവരെ നമുക്കൊന്ന് അന്വേഷിക്കാം. കഷ്ടതയോ വേദനയോ രോഗമോ ഭാരമോ ഏതെല്ലാം നിലകളിലുള്ള അനുഭവം ആയിക്കോട്ടെ, നമുക്ക് ദൈവത്തോട് നടത്തി ചെന്ന് ആമേൻ ഒന്ന് അന്വേഷിപ്പാൻ തയ്യാറാണെങ്കിൽ നിശ്ചയമായിട്ടും
ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. ഇറങ്ങി വന്ന് നമ്മെ സഹായിക്കുക തന്നെ ചെയ്യും. എസ്രാ പുരോഹിതൻ പറയുന്നത് 8-ാം അധ്യായത്തിന്റെ 22-ാമത്തെ വാക്യം വായിക്കുമ്പോൾ ദൈവത്തിന്റെ കരം അവനെ അന്വേഷിക്കുന്നവരുടെ മേൽ ഇരിക്കുമെന്ന് കാണുവാനിടയായിത്തീരുന്നുണ്ട്. ദൈവത്തെ അന്വേഷിക്കുന്നവരുടെ മേൽ ദൈവത്തിന്റെ കരമിരിക്കും. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. ചെയ്തതാണ് ദൈവത്തിന്റെ കരം അങ്ങനെയുള്ളവരുടെ മേലിരുന്നാൽ, അന്വേഷിക്കുന്നവരുടെ മേലിരുന്നാൽ അവർക്ക് ക്ഷീണമുണ്ടാകില്ല, അവർക്ക് ഭാരമുണ്ടാകില്ല, ജീവിതത്തിൽ ഭയം ഉണ്ടാകില്ല. ദൈവത്തിന് സ്തോത്രം. ഇത് പലപ്പോഴും എല്ലാത്തെയും ഓർത്ത് ഭയപ്പെടുന്ന ജീവിത അനുഭവമാണ് അനേകരിൽ കാണുവാനിടയായി. യോന പറയുമ്പോൾ ദൈവമക്കളാണ്, ദൈവത്തിന് വേണ്ടി നിൽക്കുന്നവരാണ് എന്തൊക്കെ പറയുകയും ചെയ്യും. ഇവിടെ നാം വായിക്കുമ്പോൾ ഞങ്ങളുടെ ദൈവത്തിന്റെ കൈ അവനെ അന്വേഷിക്കുന്ന ഏവർക്കും അനുകൂലമായി. എസ്രാ പുരോഹിതൻ പറയുന്ന കാര്യമാണ്. ഏവർക്കും അനുകൂലമായും അവനെ ഉപേക്ഷിക്കുന്ന ഏവർക്കും പ്രതികൂലമായും ഇരിക്കുന്നു എന്ന് ഞങ്ങൾ രാജാവിനോട് പറഞ്ഞിരിക്കുന്നു. ഞങ്ങൾ രാജാവിനോട് പറഞ്ഞിരിക്കുന്നത് കൊണ്ട് വഴിയിൽ ശത്രുവിന്റെ നേരെ ഞങ്ങൾക്ക് തുണയായിരിക്കേണ്ടതിന് പടയാളികളെയും കുതിരച്ചേവകരെയും രാജാവിനോട് ചോദിപ്പാൻ ഞാൻ ലജ്ജിക്കുന്നു. കാരണം രാജാവേ, യഹോവയുടെ കരം ഞങ്ങൾക്ക് അനുകൂലമാണ്. യഹോവ ഞങ്ങളോട് കൂടെയുണ്ട്. യഹോവ ഞങ്ങൾക്ക് തുണ നിൽക്കും. യഹോവ ഞങ്ങളെ സഹായിക്കും. യഹോവ ഞങ്ങളെ വഴി നടത്തും, അനർത്ഥങ്ങളിൽ നിന്ന് വിടുവിക്കും. അതുകൊണ്ട് അർത്ഥശിഷ്ട രാജാവേ, ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. ബാബേലിൽ എന്നോടുകൂടെ പോരുന്ന എന്റെ പിതൃതലവന്മാരും അവരുടേതായ വംശാവലികളുമായിട്ട് താനും പറയുക. അതുകൊണ്ട് ഞങ്ങൾ ഇവിടുന്ന് മടങ്ങിപ്പോകുമ്പോൾ ഞങ്ങൾക്ക് വേണ്ടതെല്ലാം നൽകി താൻ ഞങ്ങളെ അയക്കുമ്പോൾ ഒരു കാര്യമുണ്ട്, ഞങ്ങളുടെ വഴിയിൽ യാതൊരു ദോഷവും വരാതെ ഞങ്ങളെ കാക്കാൻ ഒരു ദൈവമുണ്ട്. തന്നോട് ചോദിച്ചാൽ പടയാളികളെ തരും. എന്നാൽ ഹല്ലേലൂയ, അപ്പോൾ ഞങ്ങളുടെ ദൈവത്തിന് എന്താണ് വില? അതുകൊണ്ട് ഞങ്ങൾ അത് ആഗ്രഹിക്കുന്നില്ല. ഞങ്ങളുടെ ദൈവത്തിന്റെ കാര്യം ഞങ്ങൾക്ക് അനുകൂലമായി നിന്നുകൊണ്ട് ഞങ്ങളെ വഴി നടത്തുവാൻ അത് മതിയായതാണ് എന്ന് പറയുവാനിടയായിത്തീരും. ഇങ്ങനെ 20 പേരെയും ദാവീദ് പ്രഭുക്കന്മാരുടെയും ഹല്ലേലൂയ സ്തോത്രം, ദാവീദും പ്രഭുക്കന്മാരും ലേവ്യരും ശുശ്രൂഷയ്ക്കായി കൊടുത്ത് ദൈവദാസന്മാർ 220 പേരെയും ഞങ്ങളുടെ അടുക്കൽ കൂട്ടിക്കൊണ്ടുവന്നു. അവരുടെ പേരൊക്കെയും കുറിച്ച് ഇരുന്നതായി കാണുവാനിടയായിത്തീരും. അനന്തരം ഞങ്ങളുടെ ദൈവത്തിന്റെ സന്നിധിയിൽ ഞങ്ങളെ തന്നെ താഴ്ത്തേണ്ടതിനും ദൈവത്തിന്റെ അനുഗ്രഹം കൂടെ വേണമോ, ദൈവം കൂടെ നടക്കണമോ, ദൈവം കൂടിരുന്ന് വിടുവിക്കണമോ, ദൈവം കൂടിരുന്ന് സഹായിക്കണമോ, ദൈവത്തിന്റെ കരത്തിലൊന്ന് താഴ്ത്താൻ ഒരുങ്ങണം. ഇവിടെ അങ്ങനെ ഞങ്ങളെ തന്നെ ദൈവത്തിന്റെ സന്നിധിയിൽ താഴ്ത്തേണ്ടതിനും ഞങ്ങൾക്കും ഞങ്ങളുടെ കുഞ്ഞുകുട്ടികൾക്കും ഞങ്ങളുടെ സകല സമ്പത്തിനും വേണ്ടി ശുശ്രൂഷ ശുഭയാത്ര അവനോട് യാചിക്കേണ്ടതിനും ഞാനിവിടെ അകവാ ആറ്റിനരികെ ഒരു ഉപവാസം കൂടെ പ്രസിദ്ധമാക്കിയിരിക്കുക. ദൈവത്തിന് സ്തോത്രം. അവന്റെ സന്നിധിയിൽ താണു, അവന്റെ സന്നിധിയിൽ വിനയപ്പെട്ടു ഒരു ശുഭയാത്ര അവനെ അന്വേഷിക്കുന്നവർക്ക് ഒരു ശുഭയാത്ര അവൻ നൽകും. ഞങ്ങളുടെ ദൈവത്തിന്റെ കൈ അവനെ അന്വേഷിക്കുന്ന ഏവർക്കും അനുകൂലമായിരിക്കും, ഉപേക്ഷിക്കുന്നവർക്കോ അത് പ്രതികൂലമായിരിക്കും എന്ന് ഞങ്ങൾ രാജാവിനോട് പറഞ്ഞിരിക്കുന്നത് കൊണ്ട് വഴിയിൽ ശത്രുവിന്റെ നേരെ ഞങ്ങൾക്ക് തുണയായിരിക്കേണ്ടതിന് പടയാളികളെയും കുതിരച്ചേവകരെയും രാജാവിനോട് ചോദിപ്പാൻ ഞങ്ങൾ ലജ്ജിക്കുന്നു. കാരണം ഞങ്ങളുടെ ദൈവം ഹല്ലേലൂയ സൈന്യങ്ങളുടെ യഹോവയാണ്. അവൻ ദൈവത്തിന് സ്തോത്രം. രാജാവിന്റെ സൈന്യമോ രാജാവിന്റെ കുതിരയോ രാജാവിന്റെ കുതിര ചേവകരെയോ പോലെയല്ല. അതുകൊണ്ട് അങ്ങനെ ഒരു ദൈവത്തിന്റെ സംരക്ഷണ കരം ഞങ്ങൾക്കുള്ളത് കൊണ്ട് അങ്ങയോട് അവന് തുണ ചോദിക്കാൻ ഞങ്ങൾ ലജ്ജിക്കുന്നു എന്ന് പറയുവാൻ ഇടയായിത്തീർന്നു. ഇന്ന് രാത്രിക്കാലം എന്നെ കേൾക്കുന്നവരെ, നമ്മുടെ കർത്താവിന്റെ കരം നമുക്ക് അനുകൂലമായി തീരട്ടെ. ഹല്ലേലൂയ. ഏകദേശം ഒരു 3 മണി കഴിഞ്ഞ സമയത്ത് ആലപ്പുഴ പ്രദേശത്ത് നിന്ന് ഒരു ചേട്ടന്റെ മനിയനും അവൻ കൂടെ വേദനപ്പെട്ടുകൊണ്ട് വിളിക്കാനിടയായിത്തീർന്നു.
നിങ്ങളെ എന്റെ അനുജന്റെ കാല് കടുകെടുത്തിട്ട് അവന് കിടക്കാൻ വയ്യ, ഇരിക്കാൻ വയ്യ, നടക്കാൻ വയ്യ, വലിയ ഭാരമാണ്. സ്തോത്രം. ഡോക്ടർ പറഞ്ഞ് അങ്ങനെയൊക്കെ ഇടയ്ക്കിടയ്ക്ക് വരുമെന്നാ പറഞ്ഞത്. മരുന്ന് കഴിച്ചിട്ടും കുറവില്ല. ഹാലേലൂയ. എന്നാൽ ദൈവസന്നിധിയിൽ ആ പൈതലിനെ വെച്ച് പ്രാർത്ഥിച്ചു. കർത്താവ് അല്പസമയം കഴിഞ്ഞപ്പോൾ അവന് വിടുതല കൊടുത്തു. അത് കഴിഞ്ഞപ്പോൾ താനൊരു വോയിസ് മെസ്സേജ് ഇട്ടു. കർത്താവ് പ്രാർത്ഥന കേട്ടു. അവൻ പഴയ സ്ഥിതിയിലായി. അവൻ സന്തോഷത്തോടെ നടക്കുന്നു. അടുത്ത് ചെല്ല്, ഒന്ന് സമർപ്പിക്ക്, ഒന്ന് പ്രാർത്ഥിക്ക്. കർത്താവ് തുണയായി ഉണ്ടെങ്കിൽ ഏത് ക്ഷീണമോ രോഗമോ ക്ലേശമോ വന്നാലും അവൻ കാക്കുവാൻ ശക്തനാണ്. ആമേൻ. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. അവന്റെ കയ്യിൽ ഒന്ന് ഏൽപ്പിച്ചാൽ മതി. അവൻ വിടുകയില്ല, അവൻ തള്ളിക്കളയുകയില്ല, വിട്ടുകളയുകയില്ലെന്നാണ് പറഞ്ഞത്. ആമേൻ. സങ്കീർത്തനങ്ങളുടെ പുസ്തകത്തിൽ 9-ാം അധ്യായത്തിലേക്ക് ചെന്ന് അതിന്റെ 10-ാമത്തെ വാക്യം നാം വായിക്കുമ്പോൾ അവിടെ ഇപ്രകാരം കാണുവാൻ തക്കവണ്ണം സാധിക്കുന്നുണ്ട്. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. നിന്റെ നാമത്തെ അറിയുന്നവർ നിങ്ങൾ ആശ്രയിക്കുകയും ഹോവേ നിന്നെ അന്വേഷിക്കുന്നവരെ നീ ഉപേക്ഷിക്കുന്നില്ലല്ലോ. ഹോവയുടെ നാമത്തെ അറിയുന്നവരെ അന്വേഷിക്കാനിടയായി. ഹല്ലേലൂയ. ദൈവത്തിന്റെ സ്തോത്രം. നമുക്കറിയാം യഹോവയെ കുറിച്ച് ഞാൻ യഹോവയാണെന്ന് വെളിപ്പെടുത്തി ഞാനാകുന്നവൻ ഞാനാകുന്നു എന്ന് പറഞ്ഞ് മോശ താൻ മലയിലേക്ക് കടന്നു പോയി കഴിഞ്ഞ് കാണാതെ വന്നു കഴിഞ്ഞപ്പോൾ യഹോവയെ അന്വേഷിച്ചുകൊണ്ട് നടന്നിട്ട് കാണുന്നില്ല. ഇസ്രായേലിന്റെ ഭാരമായി. മോശ എവിടെ പോയെന്നായി. ആമേൻ. അതുകൊണ്ട് അവർ വേദനപ്പെട്ടു. അങ്ങനെ അവർക്ക് ആരാധിപ്പാൻ ഒരു ദൈവത്തെ വേണമെന്ന് പറഞ്ഞ് അഹരോനെ കൊണ്ട് ഒരു വിഗ്രഹത്തെ വാർത്തുണ്ടാക്കുവാൻ ഇടയായി തീർന്നു. ദൈവത്തെ അന്വേഷിക്ക്, അവരിൽ ആശ്രയിക്ക്. ഇവിടെ നിന്റെ നാമത്തെ അറിയുന്നവർ നിങ്ങൾ ആശ്രയിക്കും. ഹോവേ ഹല്ലേലൂയ. നിന്നെ അന്വേഷിക്കുന്നവരെ നീ ഉപേക്ഷിക്കുന്നില്ലല്ലോ. അന്വേഷിച്ച് അടുത്ത് ചെല്ലാൻ നീ തയ്യാറാണെങ്കിൽ നിന്നെ ഉപേക്ഷിക്കാതെ നിന്റെ വിഷയങ്ങൾക്ക് മറുപടി തന്ന് നിന്നെ മാനിച്ച് നിർത്തുവാൻ എന്റെ കർത്താവ് ശക്തനാണെന്ന് ഇന്ന് പകൽക്കാല വിതരണത്തിൽ ഓർപ്പിക്കുന്നു. ഹല്ലേലൂയ. നമുക്കൊന്ന് അടുത്ത് ചെന്ന് ദൈവത്തിന്റെ ആ വലിയ കരുണ ഒന്ന് പ്രാപിച്ചെടുക്കുവാൻ നാം മനസ്സോടെ അടുത്ത് ചെല്ലുന്നെങ്കിൽ നിശ്ചയമായിട്ടും നമ്മെ ജയോത്സവമായി നടത്തുവാൻ അവൻ മതിയായ കർത്താവാണ് എന്ന് നമുക്ക് കാണുവാനിടയായിത്തീരും. ദൈവത്തിന് സ്തോത്രം. ഇനി സദൃശ്യവാക്യങ്ങളുടെ പുസ്തകത്തിലേക്ക് കടന്നു ചെന്നാൽ അവിടെ നമുക്ക് കാണുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. ശലോമോൻ അഭിപ്രായം പറയുന്നുണ്ട്. ദുഷ്ടന്മാർ ന്യായം തിരിച്ചറിയുന്നില്ല, യഹോവയെ അന്വേഷിക്കുന്നവരോ സകലവും തിരിച്ചറിയുമെന്നവർ. ആമേൻ. ഹല്ലേലൂയ. ന്യായത്തെ തിരിച്ചറിയുന്നതിന്, ആമേൻ, ദൈവിക നീതിയെ തിരിച്ചറിയുന്നതിന്, അതിനുവേണ്ടി നിലകൊള്ളുവാൻ നടക്കുവാൻ അത് യഹോവയെ അന്വേഷിക്കുന്നവർക്ക് മാത്രമേ സാധ്യമായി തീരുകയുള്ളൂ. ആമേൻ. ഹല്ലേലൂയ. അല്ലാത്തവരൊക്കെ തന്റെ വഴികളിൽ വക്രത ആമേലുള്ളവരായി അനേകം ദോഷം പ്രവർത്തിച്ചുകൊണ്ട് ആമേൻ ന്യായത്തെ ഉപേക്ഷിച്ച് ആമേൻ ദൈവത്തിന് സ്തോത്രം ദുഷ്ടതയെ ഹല്ലേലൂയ അത് പ്രവർത്തിച്ച് അതിൽ പ്രശംസിച്ച് നടക്കുന്നവരായി കാണുവാനിടയായി. എന്നാൽ ദൈവത്തെ അന്വേഷിക്കുന്നവനോ ഹല്ലേലൂയ അവർ സകലവും തിരിച്ചറിയും. ന്യായത്തെ തിരിച്ചറിയുവാൻ അവനിടയാകും. ദുഷ്ടന്മാർക്ക് അതറിയാൻ സാധിക്കുന്നില്ല. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, നമുക്കും ദൈവത്തെ ഒന്ന് അന്വേഷിക്കാം. അവങ്കിൽ നിന്ന് അനുഗ്രഹം പ്രാപിച്ചുകൊണ്ട് മുന്നേറുവാൻ ആമേൻ ഹല്ലേലൂയ നമുക്ക് ഇടവരട്ടെ. അതിനായി നമുക്ക് പ്രാർത്ഥനയോടെ ആ ദൈവസന്നിധിയിൽ അടുത്തു ചെല്ലുവാൻ കർത്താവ് നമ്മെ ഇടയാക്കേണ്ടതിന് ആ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നെങ്കിൽ നമ്മെ നിശ്ചയമായിട്ടും ദൈവം അങ്ങനെ തന്നെ നടത്തും. ഹല്ലേലൂയ. ഒരു വാക്യം കൂടെ വായിച്ച് ഞാൻ എൻ്റെ വാക്കുകളെ ഉപസംഹരിക്കാൻ ഒരുങ്ങുന്നു. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 10-ാം അധ്യായത്തിന്റെ ആമേൻ അതിന്റെ 12-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നതായി കാണുവാനിടയായി. അതുകൊണ്ട് കർത്താവ് സിയോൻ പർവ്വതത്തിലും യെരൂശലേമിലും തന്നെ പ്രവൃത്തിയൊക്കെ തീർത്ത ശേഷം അശ്ശൂർ രാജാവിന്റെ അഹങ്കാരത്തിന്റെ ബലത്തെയും അവന്റെ ഉന്നത ഭാവത്തിന്റെ മഹിമയും സന്ദർശിക്കുമെന്നാ പറയുന്നു. ആമേൻ. ഹല്ലേലൂയ.
ഒരു കാലഘട്ടത്തിൽ അവനെ ദൈവം ഉപയോഗിച്ചതാണ്. എന്നാൽ അഹങ്കാരം അത് മൂത്തു കഴിഞ്ഞപ്പോൾ അവനെ ദൈവം സന്ദർശിക്കുമെന്ന് പറയുക. ദൈവത്തിന് സ്തോത്രം. ദൈവത്തെ അന്വേഷിക്കുന്നവരെ ദൈവത്തിന് വേണ്ടി നിൽക്കാം. ദൈവത്തിനെ അന്വേഷിക്കുന്നവരെ അവന് വേണ്ടി നിലകൊള്ളാം. ദൈവത്തെ അന്വേഷിക്കുന്നവരെ ദൈവപ്രവർത്തിക്കായി നമ്മെ തന്നെ ഒരുക്കിയെടുക്കാം. ദൈവത്തെ അന്വേഷിക്കുന്നവരെ ദൈവകൃപയിലേക്ക് നമുക്ക് അടുത്ത് ചെല്ലാം. ദൈവത്തെ നീ അന്വേഷിക്കാൻ ഒരുങ്ങിയാൽ ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. ആമേൻ. അവൻ ഭാഗ്യവാനാകുന്നു എന്ന് 119 സങ്കീർത്തനത്തിന്റെ 12 വാക്യത്തിൽ അവിടെ വെളിപ്പെടുത്തിയിരിക്കുന്നതായി കാണാം. നമുക്കും ആ ഭാഗ്യ പദവിയിലേക്ക് നമ്മെ നമ്മുടെ ദൈവം വഴിനടത്തുവാൻ നമ്മെ തന്നെ ഇന്ന് പകൽക്കാലം അവന്റെ കരങ്ങളിൽ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാം. ഈ സന്ധ്യയെങ്കിൽ അവൻ നമ്മെ അനുഗ്രഹിച്ച് ജയത്തോടും ബലത്തോടും ശക്തിയോടും പ്രത്യാശയോടും നിറയ്ക്കുവാൻ വല്ലവനെ നിന്റെ കൃപ ഞങ്ങൾക്ക് നൽകണമേ. വല്ലവരെ നിന്റെ ശക്തി ഞങ്ങളിൽ പകരണമേ. വല്ലവരെ അനുഗ്രഹത്തിന്റെ വാതിലുകളെ തുറക്കണമേ. ആമേൻ. അവിടുത്തെ കൃപ ധാരാളമായി തന്ന് ഞങ്ങളെ മാനിച്ചുകൊണ്ട് പ്രത്യാശയോട് നിറയ്ക്കേണ്ടതിനായി. ആമേൻ. ഹല്ലേലൂയ. ഈ സന്ദേശം സകല ജീവിതങ്ങൾക്കും അനുഗ്രഹമായി മാറുവാൻ അവിടുത്തെ കരുണയുടെ കരത്തിൽ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. കേൾക്കണമേ, മനസ്സരിയണമേ, കൃപ ചെയ്യണമേ, യേശുവിന്റെ നാമത്തിൽ. ആമേൻ. 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 കാണുവാൻ മനസ്സ് കാണിച്ചവരും നന്ദിയുണ്ട്. ദൈവം അനുഗ്രഹിക്കും.